എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇപ്പൊ വീഡിയോ ഇടുന്നത്. വിഷുവിന്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ഓട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഹോശാന ഞായറാഴ്ചയാണ്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ആശംസകൾ. കാരണം നേരത്തെയൊക്കെ പള്ളിയിലൊക്കെ പണ്ടൊക്കെ പോയിട്ട് ഓലയൊക്കെ മേടിച്ചിട്ട് കുരിശൊക്കെ തൊട്ട് വരുമായിരുന്നു. കാരണം സ്കൂളിന് അടുത്ത് തന്നെയാണ് പള്ളി. അപ്പം എല്ലാ പിള്ളേരും ഇത് കരിയൊക്കെ തേച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്കും ഒരു താല്പര്യമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അത് പിന്നീട് പള്ളിയിലോട്ട് കൂടുതൽ പോകും. പിന്നെ നമ്മുടെ പെസഹയ്ക്ക് വേണ്ടി പിന്നെ കാത്തിരിക്കുന്ന ദിവസങ്ങളായി ആ ഓല വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്ന ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊക്കെ ഇപ്പോൾ കുറേ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ഓർമ്മയെ വരുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാ ക്രൈസ്തവർക്കും ആശംസ. ക്രൈസ്തവർ മാത്രമല്ല, നമ്മൾ ഹിന്ദുക്കളും എല്ലാവരും ഇത് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈസ്റ്ററും. അതെ. പിന്നെ അത് പറഞ്ഞു വന്നപ്പോൾ തന്നെയാണ് നമുക്ക് പ്രത്യേക ഒരു ദിവസമാണ്. നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആളുടെ കല്യാണമാണ്. പ്രിയപ്പെട്ട ഒരാളുടെ മകന്റെ കല്യാണമാണ് കേട്ടോ. അപ്പം മകനും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കട തുടങ്ങി നമ്മളൊരു സക്സസിലോട്ട് എത്താനായിട്ട് ഒരു ഇത് പങ്കുവഹിച്ച ഒരാളാണ് നമ്മുടെ ഇക്ക. ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ അനസിക്ക എന്ന് പറയും കേട്ടോ. അപ്പം ഇക്കയുടെ മോന്റെ കല്യാണമാണ് ഇന്ന്. മുസ്ലിംസ് ആണ് അവര്. അതുമായിട്ടാണ് ഞാനൊരു മുസ്ലിം മാരേജ് കൂടാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരു ത്രില്ലിലാണ് സത്യം പറഞ്ഞാല്. അപ്പൊ ഇന്ന് സൺഡേ കല്യാണമാണ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഇക്ക നമ്മളെ ഒരു കുടുംബത്തിനെ പോലെ കണ്ട് നമ്മളെ വിളിച്ചപ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ചങ്ങനാശ്ശേരിയിലെ വലിയൊരാളാണ്. പക്ഷെ ആ വലിയൊരാള് കുഞ്ഞൊരാളുടെ ഒരു സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ തുടക്കത്തിൽ നമുക്ക് കടയിലൂടെ സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നും ഈ ക്രെഡിറ്റ് ഒന്നും അധിക ദിവസം തരത്തില്ല. നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒരു ട്രസ്റ്റ് കാണത്തില്ല. പക്ഷെ നമ്മൾ പിള്ളേരാണ്, നമുക്ക് അതിനോടൊരു ഡെഡിക്കേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആള് നമുക്ക് കൂടുതൽ ദിവസങ്ങൾ ഇളവ് തരികയും നമ്മൾ കറക്റ്റായിട്ട് പേയ്മെന്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസമൊക്കെ നമ്മളോട് ആ ഒരു വിശ്വാസം കാണിച്ച് നമുക്ക് അത്രയും സപ്പോർട്ട് തന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ നമുക്ക് പല സമയം ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കാനായിട്ട് ഒരു ടൈറ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് അത് തന്ന് ഒരു 3 മാസമൊക്കെ നമുക്ക് ഒരു ഇളവ്. അതെ, നമുക്കൊരു മടിയായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നീട് നമ്മളിപ്പോ കറക്റ്റായിട്ട് എല്ലാ പേയ്മെന്റ്സ് നമുക്ക് കറക്റ്റ് ഓൺ ടൈമിൽ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് ഇക്കയുടെ ഇന്നത്തെ ഒരു സപ്പോർട്ടൊക്കെ കാരണമാണ് കേട്ടോ. നമ്മളിപ്പം തുടർച്ചയായിട്ട് 4ാമത്തെ വർഷം ഇക്കാലത്തെ കസ്റ്റമറാണ്. അപ്പൊ ആ ഒരു അവന് എന്റെ ഒരു പ്രായമുണ്ട്, ഇവളുടെ പ്രായമുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും ഫാദറിന്റെ ഒരു സ്ഥാനമൊക്കെയാണ് ഇക്ക നമുക്ക് തരാറുള്ളത്. ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാറൊക്കെ ഉള്ളത്. അപ്പം ചങ്ങനാശ്ശേരി ഒരു മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വ്യത്യാസമില്ല. അങ്ങനെ എനിക്ക് റയറായിട്ട് ചില സ്ഥലങ്ങളിലെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അത് ചങ്ങനാശ്ശേരിയിൽ മെയിൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് എല്ലാവരും ഇന്നിപ്പോ പെസഹ പെസഹയല്ല, ഹോസാന ഞായറാഴ്ചയാണ്. അപ്പൊ ഇന്ന് അവിടെ കല്യാണം ഒക്കെ വന്നു. അപ്പൊ ഇന്ന് കല്യാണത്തിന് പോകുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേറ്ററിംഗ് വർക്കിന് പോയ സ്ഥലമാണ് കോണ്ടൂര് വെച്ചിട്ട് ആണ് ഞാൻ അത്രയും വലിയൊരു കല്യാണം കണ്ടേക്കുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയിരിക്കുന്ന ഒരു കേറ്ററിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ ഞാൻ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. അതുപോലത്തെ ഒരു കല്യാണമായിരുന്നു. എത്ര കൂട്ടം ഭക്ഷണങ്ങളായിരുന്നു. ഞാൻ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ കല്യാണം വെക്കും ആൾക്കാരെന്നൊക്കെ അന്ന് ചിന്തിച്ചു പോയി. അതുപോലെ ഐറ്റംസ് നമ്മൾ എന്റെ ജീവിതത്തിൽ കാണാത്ത പോലത്തെ ഐറ്റംസ് ആയിരുന്നു അന്ന് കല്യാണത്തിനുണ്ടായിരുന്നത്. ഒരു 3 നിലയിൽ അങ്ങ് വരെ ബാക്കിൽ 3ആയിട്ട് സെപ്പറേറ്റ് ടിവികൾ ഇങ്ങനെ അടുക്കി വെച്ച് കല്യാണം ഏറ്റവും പുറകെ ആൾക്ക് കാണാനായിട്ടൊക്കെ കോടികളുടെ പരിപാടിയായിരുന്നു കേട്ടോ അന്ന്. അപ്പൊ അതായിരുന്നു കോണ്ടൂരിൽ ആ ഒരു ഓർമ്മ ഇപ്പൊ മനസ്സിലോട്ട് കയറി വന്നു. അപ്പൊ നമ്മളിപ്പം സംഗീത ഗിഫ്റ്റ്, നമ്മുടെ കട തൊട്ടപ്പുറത്താണ് സംഗീത ഗിഫ്റ്റ് ഹൗസിന്റെ അടുത്ത് വന്ന ഒരു കുഞ്ഞു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ താണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വിഷുവിന്റെ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് പോവാം. പിള്ളേരെ കൂട്ടിയിട്ടില്ല, പനിയാണ് ഇവക്ക്. അതെ. അപ്പൊ വിഷു ആയതുകൊണ്ട് നാളെ വിഷു ആയതുകൊണ്ട് നമുക്ക് ഇന്ന് കടയിലോട്ട് തിരിച്ചും വരണം. അപ്പൊ നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് വരാം. എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെന്റിലും പിന്നെ കല്യാണം കാണാനുള്ള ഒരു ത്രില്ലിലുമാണ്. ആദ്യമായിട്ടാണല്ലോ കല്യാണം കാണുന്നത്. ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പോകാം. ഇവിടെ സംഗീത ഗിഫ്റ്റ് ഹൗസിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. വിഷുവിന് പറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു. കാണിച്ചു തരാവേ. നല്ല രസമുണ്ട്. അങ്ങ് മേള് വരെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇറങ്ങാം. ഇങ്ങോട്ട് വന്നപ്പോ കുഞ്ചൂസ് എനിക്കൊരു പാന്റ് മേടിച്ചു തന്നു കേട്ടോ. 2 പാന്റ് മേടിച്ചോണ്ട് പറഞ്ഞു ഇതിനി കിട്ടണമെന്ന്. ഞാൻ 2 പാന്റിലാണ് എന്റെ ജീവിതം ഓടിച്ചോണ്ടിരുന്നത്. 2 പാന്റിലൂടെ മേടിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ 4 പാന്റിൽ ഇനി ജീവിതം ഓടിക്കേണ്ട അവസ്ഥയായി. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ചെറുക്കനറിയാം, പുതിയ പാന്റ് കിട്ടി കഴിഞ്ഞ് ഇനി 2 ആഴ്ച 1 മാസത്തേക്ക് നീ പാന്റ് 2 മാറി എടുത്തോളൂ. പഴയത് മറിയെടുത്തില്ല. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് കല്യാണത്തിന് പോവാം.
അപ്പോൾ നമ്മൾ കല്യാണത്തിന് എത്തി കേട്ടോ. അപ്പോൾ ഈ പൊക്കൊള്ളാണ് കേട്ടോ അതിലാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് ചെറുക്കൻ്റെ മുഖത്ത്, സ്വാഭാവികമാണ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് കേട്ടോ അനിയനാണ്, ഇക്കടെ ഇളയ മോനാണ് ഗ്രീൻ ഇട്ടേക്കുന്നത് കേട്ടോ. അവൻ ചെക്കനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇത്തിരി ടെൻഷനുണ്ട് ഫേസിലൊക്കെ. ഇക്കയാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇക്ക എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. താഴെ ഇരിക്കുന്നവരോടെല്ലാം സ്റ്റേജിലോട്ടൊക്കെ കയറിയിരിക്കാനായിട്ടൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ഒരു മുസ്ലിം കല്യാണം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എല്ലാ ക്യൂരിയോസിറ്റിയോടെയും എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം എല്ലാവരും, അതായത് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്ന MLA ആണ് കേട്ടോ. അപ്പം അത്യാവശ്യം എല്ലാ പ്രമുഖരും അതേപോലെ വലിയ വലിയ ബിസിനസ്സുകാരെല്ലാവരും ഉണ്ട് അതിനകത്ത്. ചെറിയ ബിസിനസ്സുകാരെ നമുക്കും പങ്കെടുക്കാൻ പറ്റിയത് വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം പെൺകുട്ടീനെ ഇവിടെ ഒരു അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു ഇതിനകത്താണ് കേട്ടോ ഇരുത്തിയിരുന്നത്. അപ്പം പെങ്കൊച്ച് ഇതാണ് കേട്ടോ. പെങ്കൊച്ച് വയനാട്ടുകാരിയാണ്. ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വയനാട്ടിൽ പോയി പെണ്ണിനെ കണ്ടെത്തി വന്നേക്കാണ് കേട്ടോ ഇക്കയും അതിലൊക്കെ. അപ്പം ഇതോ ഡിമാൻഡ് വെക്കാതെയാണ് ഈ പെൺകുട്ടിയെ ഇങ്ങോട്ട് സ്വീകരിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രസംഗത്തിലും കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഇക്കയുടെ മോളാണ്, അവർ 3 പേരാണ് കേട്ടോ പെൺകുട്ടിയുടെ വലതുഭാഗം നിന്ന് കേട്ടോ. അപ്പം പെൺകുട്ടി ഇനിയിപ്പോൾ സ്റ്റേജിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. കല്യാണം അതായത് പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് കുറേ നേരം എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറേ നേരം നടന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നല്ല ഒരു രസമായിരുന്നു കേട്ടോ. കൂടുതലൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ, കുറച്ച് പേരേ ഉള്ളായിരുന്നു. അപ്പം പെൺകുട്ടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ഡ്രസ്സല്ലേ, മൊത്തം ഇങ്ങനെ തിളങ്ങും. കുഞ്ചൂസ് പറയായിരുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ എനിക്ക് മേടിച്ചു തരണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പെൺകുട്ടി അങ്ങോട്ട് നടന്നു പോകായിരുന്നു, നല്ല ചിരിയൊക്കെ ചിരിച്ച് പോകായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ സ്റ്റേജിൽ കയറിപ്പോയിട്ട് ഉള്ള ബാക്കി പരിപാടികളൊക്കെയാണ്. പെൺകുട്ടി അവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ അതിലിൻ്റെ മുഖം ഭയങ്കര നാണമായിട്ട് ഭയങ്കര ഷൈ ആയിട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. അതൊക്കെ സൂം ചെയ്ത് ഇപ്പുറത്ത് നിന്ന് കാണുമായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിലുള്ള കല്യാണം നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇപ്പം ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. ഫുഡിനിടയ്ക്ക് ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായെന്ന് വെച്ചാൽ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ അവിടെ എല്ലാം ഫോട്ടോ എടുക്കുന്ന ഇതായിരുന്നു. അപ്പം ആരെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ പേഴ്സണലായിട്ട് ഗിഫ്റ്റ് പിന്നെ കൊടുക്കാമെന്ന് വെച്ച് കേട്ടോ. അപ്പം അതിൽ സ്റ്റേജിലോട്ട് വിളിച്ച് കയറ്റി ഈ തട്ടം ഇങ്ങനെ മാറ്റുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അത് നല്ല രസമായിട്ട് തോന്നിയായിരുന്നു. ഇങ്ങനെ തട്ടം ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് എല്ലാവരും കൈകൊട്ടി ഇങ്ങനെ അല്ലേ, നല്ല രസമുണ്ടായിരുന്നത്. എന്നിട്ടൊരു ഉമ്മ എടുത്ത് ഹഗ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ഫീൽ. അവിടെ ഒരു സോങ് കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ അല്ലേ, മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരു രീതിയിലുള്ള. അതെ, നമ്മുടെ ഫാമിലിയിൽ ഒരാൾ മാരേജ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ, ആ ഒരു സന്തോഷം കിട്ടി കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു. 2 പേരും ബ്രൈഡ്സ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ഇതൊക്കെയാണ് അവിടെ നിന്ന് ഒരു ഉസ്താദ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നല്ല രീതിയല്ലേ എല്ലാം പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും. അതായത് ഉസ്താദ് പറഞ്ഞ ഇന്ന് വിഷുവായിട്ടുള്ള ഇതാണ്. അതേപോലെ ഇന്ന് പ്രൈഡ് സൺഡേ അല്ലേ, അതെ സൺഡേയുടെ കാര്യം പറഞ്ഞു. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യം, ഇതിൻ്റെ അവസാനം ഇതിൻ്റെ പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞു കേട്ടോ അവർ. പിന്നെ മൊത്തത്തിൽ 3 ഐറ്റം ഞാൻ മട്ടൺ, ബീഫ്, ചിക്കൻ, ഇത് 3 കൂടെ കുഴച്ചാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ജസ്റ്റ് ചിക്കൻ മാത്രം. കുമാരിയമ്മയും കുഞ്ഞോളമ്മയും. എനിക്കിതിനോടല്ല കൂറ്, കുഞ്ഞോളമ്മയാണ്. മോനെ ഒരു വാവ താണ്ട മോനെ. മോനും എന്നാ ആമിക്കൂട്ടനും. ഞാൻ 8ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ. അയ്യോ, ഇവിടെ ആരാ ഈ ഇല്ലിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നേ? ഈ ഇല്ലിക്കാട്ടിൽ ആരാ ഒളിച്ചിരിക്കുന്നേ? കാണുന്നേ ഇല്ല കേട്ടോ, നിങ്ങളെ കാണാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. അച്ചു എന്തിയേ? അച്ചു ഇതേതാ മോനെ ഈ പാണ്ട എവിടെ ഇരിക്കുന്നേ? ഇതേതാ മോനെ ഈ പാണ്ട? എടാ ഒറ്റ ചെടിയല്ലേടാ?
വിശക്കുന്നുണ്ട്. വിശക്കുന്നോ? വിശക്കുന്നുണ്ട്. വിശക്കായിരിക്കത്തില്ലല്ലോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് ഞാൻ കയറിയതാ. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ആമിപ്പൊന്നേ, എൻ്റെ എച്ചിക്കുഞ്ഞാവേ. കുഞ്ഞമ്മയെ കാണിക്കാൻ ആരുമില്ല. എൻ്റെ കുഞ്ഞാവേ. അമ്മ തരും, അച്ഛ തരാം. അയ്യോ, പിടിച്ചു നോക്കിയേ. മോനെ മോനെ എടുക്കില്ല. അമ്മക്ക് തരാം. അമ്മക്കൂട്ടം തരാം. അങ്ങനുണ്ട്, കൊള്ളാം. അമ്മ തരാം. തിന്നോ? ആ തിന്നോ, താഴെ ഇടാ. ഓ സൂപ്പർ. എച്ചുമോനെ എങ്ങനെ ഉണ്ടാ? സൂപ്പറാണോ? തേങ്ങയാണ്. മാങ്ങ മാങ്ങയില്ലടി, ഒരു തേങ്ങയാ. യോ പുൽപ്പള്ളിക്ക് വെക്കോ? യോ 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 അമ്മേ, അയ്യോ. മനെ വിളിച്ചേ, മനെ മാവേജനെ ആവേ വിളിച്ചേ. 28-ാം തീയതി ടാറ്റ ഓക്കെ ഒക്കെ കൊടുക്ക. പോവാണേ, പുൽപ്പള്ളി പോവാണേ. ആക്കേ ചിറ്റാമ്മക്ക് ഒരു പ്രശ്നമില്ലേ പുൽപ്പള്ളി പോവാന്ന് പറഞ്ഞിട്ട്. വിഷമിച്ച് നിൽക്കുക, വിഷമിച്ച് സങ്കടപ്പെട്ടേ. കഴിയുമ്പോ സങ്കടപ്പെട്ടു. ടാറ്റ കൊടുക്കാൻ പറ്റിരിക്കുക. നല്ല രസമല്ലേ? എങ്ങനെയാണ് ഇത്? സീറ്റ് ആണെന്നല്ലേ?